നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രീസാണ്. സ്ക്രൂ ഗെയിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോയിനകത്ത് വളരെ സിമ്പിളായിട്ട് പിച്ച് സ്കെയിൽ റീഡിങ്ങും ഹെഡ് സ്കെയിൽ റീഡിങ്ങും ഒക്കെ പറഞ്ഞു. ഇന്ന് അതിനേക്കാട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പല കുട്ടികൾക്കും അറിയത്തില്ല സീറോ കറക്ഷൻ എങ്ങനെയാണ്. അന്നേരം സീറോ കറക്ഷൻ, സീറോ റീഡിങ് എങ്ങനെയാണെന്ന് മാഷേ നിങ്ങൾ സീറോ കറക്ഷൻ വെച്ചിട്ട് അവർക്കുള്ള മൊത്തം ചെയ്താൽ മതി. സീറോ റീഡിങ്ങും സീറോ കറക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരുപാട് ഉണ്ടാക്കണ്ട. സീറോ കറക്ഷൻ പഠിച്ചുകൊണ്ട് പോവുക കൃത്യമായിട്ട്. അത് വെച്ചാണ് അവർക്കുള്ള മൊത്തം നമ്മൾ ചെയ്യുന്നത്. അന്നേരം കറക്റ്റ് ഹെഡ് സ്കെയിൽ റീഡിങ് ഉണ്ടെങ്കിലും എല്ലാം അതിനകത്ത് നമുക്ക് സീറോ കറക്ഷൻ വേണം. അന്നേരം ഞാൻ സീറോ കറക്ഷൻ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തരും. ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സീറോ കറക്ഷൻ അടിപൊളിയായിട്ട് പഠിക്കാം. പഠിച്ചതിന് ശേഷം ഞാൻ ഇനിയും വന്ന കാര്യങ്ങൾ പറയാം. ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും പഠിക്കണം. കാരണം കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ സ്ക്രൂ ഗേജിനെ കുറിച്ച് ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്ക്രൂ ഗേജിൻ്റെ PSR HSR ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനകത്ത് കിടപ്പുണ്ട്. ഈ വീഡിയോ സ്ക്രൂ ഗേജിൻ്റെ സീറോ കറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളത്. അന്നേരം നിങ്ങൾ പലരും ചോദിക്കും, സാറേ സീറോ റീഡിങ് എങ്ങനെയാണ്? നിങ്ങൾ സീറോ കറക്ഷൻ വെച്ച് അങ്ങ് ചെയ്തു പോയാൽ മതി. സീറോ റീഡിങ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സീറോ കറക്ഷൻ വെച്ചാണ് നമ്മൾ അതിൻ്റെ ടാബ്ലറ്റുകളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അന്നേരം എങ്ങനെയാണ് ഈ സീറോ കറക്ഷൻ? അന്നേരം അതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇതാണ് പിച്ച് സ്കെയിലിൻ്റെ സീറോ. പിച്ച് സ്കെയിലിൻ്റെ സീറോ എന്ന് പറയുന്നത് ഈ വരെയാണ്. ഹെഡ് സ്കെയിലിൻ്റെ സീറോ എന്ന് പറയുന്നത് ഈ വരെയാണ്. നമ്മൾ ഇതിനകത്ത് വയറോ ഗ്ലാസ് പ്ലേറ്റോ ഒന്നും വെക്കുന്നതിന് മുമ്പ് നമ്മളിതിങ്ങനെ മുറുക്കി ഇത് ഇവിടെ പിടിക്കരുത്, ഇവിടെ പിടിച്ച് ടൈറ്റ് ചെയ്യരുത്, ഇവിടെ പിടിച്ച് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തു. ഇപ്പം ഈ പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് വേണ്ടേ മുകളിലല്ലേ ഹെഡ് സ്കെയിലിൻ്റെ സീറോ ആണല്ലോ. പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് മുകളിലാണ് ഹെഡ് സ്കെയിലിൻ്റെ സീറോ എങ്കിൽ ശ്രദ്ധിച്ചേക്കണേ, പിച്ച് സ്കെയിലിൻ്റെ സീറോ ഇവിടാണ്. ഹെഡ് സ്കെയിലിൻ്റെ സീറോ അതിൻ്റെ മുകളിലാണ്. പിച്ച് സ്കെയിലിൻ്റെ മുകളിലാണ്, പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് മുകളിലാണ് ഹെഡ് സ്കെയിലിൻ്റെ സീറോ എങ്കിൽ പ്ലസും, പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് താഴെയാണ് ഹെഡ് സ്കെയിലിൻ്റെ സീറോ വരുന്നതെങ്കിൽ മൈനസുമാണ്. ഓർത്തോണേ, പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് ഇപ്പം മുകളിലാണ് ഹെഡ് സ്കെയിലിൻ്റെ സീറോ എങ്കിൽ പ്ലസും, താഴെയാണെങ്കിൽ പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് താഴെയാണ് ഹെഡ് സ്കെയിലിൻ്റെ സീറോ എങ്കിൽ മൈനസുമാണ്. ഇനി ഇങ്ങനെ ഒരു കേസ് വരാം. പിച്ച് സ്കെയിലിൻ്റെ സീറോ ഹെഡ് സ്കെയിലിൻ്റെ സീറോ ഒരുമിച്ച് വന്നാൽ സീറോ കറക്ഷൻ സീറോയാണ്. സീറോ കറക്ഷൻ സീറോയാണ്. അത് എളുപ്പം നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് മുകളിൽ ഹെഡ് സ്കെയിലിൻ്റെ സീറോ വരുവാണെങ്കിൽ സീറോ കറക്ഷൻ പ്ലസും, താഴെ വരുവാണെങ്കിൽ മൈനസും. ഇതെങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നോട് പറഞ്ഞുതരാം. ഈ പിച്ച് സ്കെയിലിൻ്റെ സീറോ കഴിഞ്ഞിട്ട് നിങ്ങൾ തൊട്ടടുത്താണ് ഈ ഹെഡ് സ്കെയിലിൽ വരെ 1 2 3 എണ്ണി ഹെഡ് സ്കെയിലിൻ്റെ സീറോ വരെ എണ്ണണം. ഇപ്പോൾ ഇവിടെ 20 വെച്ചു. അങ്ങനെയാണെങ്കിൽ മുകളിലായതുകൊണ്ട് +20, അത് താഴെയാണെങ്കിൽ അത് -20. അന്നേരം അതൊരു നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് അങ്ങ് പഠിക്കണം. ഒന്നുകൂടെ പറയാം, പിച്ച് സ്കെയിലിൻ്റെ സീറോയും ഹെഡ് സ്കെയിലിൻ്റെ സീറോയോട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സീറോ കറക്ഷൻ സീറോ. പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് മുകളിലാണ് ഹെഡ് സ്കെയിലിൻ്റെ സീറോ എങ്കിൽ പ്ലസ്. എങ്ങനെ എണ്ണുന്നത്? പിച്ച് സ്കെയിലിൻ്റെ സീറോയുടെ അവിടെ നിന്ന് 1 2 3 ഹെഡ് സ്കെയിലിൽ എണ്ണി ഹെഡ് സ്കെയിലിൻ്റെ സീറോ വരെ എണ്ണുക. അവിടെ ഇപ്പം 10 അത് +10. താഴെയാണെങ്കിൽ പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് താഴെയാണ് ഹെഡ് സ്കെയിലിൻ്റെ സീറോ എങ്കിൽ മൈനസ്. മറ്റേതുപോലെ എണ്ണി 1 2 3 എണ്ണി താഴെ എണ്ണുമ്പം അത് -10 അത് താഴെയാണെങ്കിൽ അത് -10. ഇതാണ് സീറോ കറക്ഷൻ. ഇത് ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഫുൾ വീഡിയോ ഉണ്ട്, അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഏത് കുട്ടികൾക്കും അത്യാവശ്യം മനസ്സിലാവും. ഇത് നിങ്ങൾ പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ഇതിൽ എളുപ്പത്തിൽ ഇത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഇത്രയും സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കണ്ടുപിടിക്കുക, അതിൻ്റെ കാൽക്കുലേഷൻസ് പഠിക്കുക. അതായത് നമ്മൾ സ്ക്രൂ ഗേജിൻ്റെ സീറോ കറക്ഷൻ കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അന്നേരം സീറോ കറക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് പറയുന്നു. പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയാം. പിച്ച് സ്കെയിലിൻ്റെ സീറോയും ഹെഡ് സ്കെയിലിൻ്റെ സീറോയും തമ്മിൽ കോയിൻസൈഡ് ചെയ്താൽ സീറോ കറക്ഷൻ എന്തുവാ? പെട്ടെന്ന് പറയണം. സീറോ കറക്ഷൻ സീറോ. പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് മുകളിലാണ് ഹെഡ് സ്കെയിലിൻ്റെ സീറോ എങ്കിൽ പ്ലസ്. പിച്ച് സ്കെയിലിൻ്റെ സീറോയ്ക്ക് താഴെയാണ് ഹെഡ് സ്കെയിലെങ്കിൽ മൈനസ്. ഞാൻ എണ്ണുന്നതൊക്കെ കൃത്യമായിട്ട് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണുക. 2-3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ചിരിക്കുക. അന്നേരം ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ മാക്സിമം അവർക്ക് ഷെയർ ചെയ്യുക. കാരണം പ്രാക്ടിക്കലിന് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഒരാൾക്കും കൺഫ്യൂഷൻ വരരുത്. കാരണം ഇതൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചോദിക്കുന്ന പ്രാക്ടിക്കലാണ്. ഓക്കെ, നെവർ എവർ ഗീവ് അപ്പ്.